ഹലോ. ഇന്ന് എനിക്കൊരു വിശേഷപ്പെട്ട ദിവസമാണ്. വേറൊന്നുമല്ല, എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നൊരു റോസാപ്പൂ തന്നെ ഉണ്ടാക്കി കളയാം. അതിനായിട്ടൊരു പേപ്പർ ഇതുപോലെ നാലായിട്ട് മടക്കിയതിന് ശേഷം ഇങ്ങനെ വട്ടത്തിൽ എന്തെങ്കിലും ഒരു ഷേപ്പ് വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് ഇത്രയും പെറ്റൽസ് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഇതിങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് ഇതിൻ്റെ സെൻറ്റർ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ കുറച്ച് ഗം ഒട്ടിച്ചിട്ട് ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതിൻ്റെ എഡ്ജസ് ഇതിൽ വെച്ച് ഇങ്ങനെ വളച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു പെറ്റലിൻ്റെ ഷേപ്പ് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാ പെറ്റൽസും നമുക്ക് അതുപോലെ ചെയ്യാം. ഞാൻ അതുകൂടാതെ കുറച്ചുകൂടെ പെറ്റൽസ് ഉണ്ടാക്കുന്നുണ്ട്. അതെ, ഇത്രയും കൂടെ പെറ്റൽസ് ഉണ്ടാക്കുന്നുണ്ട്. ഒരു 15ഓളം പെറ്റൽസ് ഇതുണ്ട്. അപ്പോൾ നമുക്ക് പെറ്റൽസിൻ്റെ എണ്ണം കൂടുന്തോറും ഭംഗി കൂടും കേട്ടോ. എന്നിട്ട് പിന്നെ അതിൻ്റെ സ്റ്റെം ഉണ്ടാക്കാനായിട്ട് ഒരു ഈർക്കിലെടുത്തതിന് ശേഷം അതിലേക്ക് പച്ച കളറിലെ ക്രാഫ്റ്റ് പേപ്പർ ചുറ്റി കൊടുക്കുകയാണ്. ഗ്ലൂ തേച്ചിട്ട് നല്ല രീതിയിലൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എക്സ്ട്രാ വന്ന ഭാഗമെല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഓരോ പെറ്റൽസ് ആയിട്ട് എടുത്ത് ഇങ്ങനെ ഫിക്സ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ നന്നായിട്ട് ചുരുട്ടി കൊടുക്കുക, പിന്നെ ഓരോന്നായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ആ റോസാപ്പൂവിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടുന്ന രീതിയിലേക്ക് ഇതിങ്ങനെ ഓരോന്നും എടുത്ത് നമ്മളങ്ങ് അറേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും നമ്മുടെ പൂവ് റെഡിയാവും. അറ്റം ഒന്നും കൂടെ ഒന്ന് വളച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതുപോലൊരു പേപ്പർ എടുത്തതിന് ശേഷം ദാ ഇങ്ങനെ ഒരു ഷേപ്പിലേക്ക് ഇത് കട്ട് ചെയ്തെടുക്കണം. അത് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്കിതാ ഇങ്ങനെ കിട്ടും. ഇത് നമ്മുടെ പൂവിൻ്റെ അടിയിലിരിക്കുന്ന ആ ഒരു പച്ച ഭാഗമില്ലേ, അതാണ്. അപ്പോൾ അതും ഇങ്ങനെ ടിപ്പ് ഇങ്ങനെ ഇറുക്കിൽ വെച്ച് ഞാൻ വളച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിനി വേണ്ടത് ലീഫാണ്. അതിന് വീണ്ടും ഒരു ഗ്രീൻ കളറിലെ ക്രാഫ്റ്റ് പേപ്പർ എടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ലീഫ് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ലീഫ് വരച്ച് കട്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഞാനൊന്ന് ചുരുട്ടി കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി. അതെങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് അതിങ്ങനെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ റോസാപ്പൂ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് കൂടെ ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.